നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലീഷ് സൂപ്പർ താരമായ ജേഡൻ സാന്റോയെ ബൊറൂസിയ ഡോർട്ട്മുണ്ടിൽ നിന്നും സ്വന്തമാക്കിയത്. അദ്ദേഹത്തിന് വേണ്ടി 73 മില്യൺ പൗണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചിലവഴിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച രൂപത്തിൽ സാന്റോക്ക് യുണൈറ്റഡിൽ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പരിശീലകനായ എറിക് ടെൻ ഹാഗുമായുള്ള ബന്ധം വഷളാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സാൻചോ ലോൺ അടിസ്ഥാനത്തിൽ യുണൈറ്റഡ് വിട്ടുകൊണ്ട് ബൊറൂസിയയിൽ തിരിച്ചെത്തിയിരുന്നു. ഇപ്പോൾ മികച്ച പ്രകടനം ബൊറൂസിയക്ക് വേണ്ടി പുറത്തെടുക്കാൻ സാൻചോക്ക് കഴിയുന്നുണ്ട്. പക്ഷെ ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ലോൺ കാലാവധി പൂർത്തിയാകും. അദ്ദേഹത്തെ സ്ഥിരമായി നിലനിർത്താനുള്ള ഒരു ഓപ്ഷൻ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബൊറൂസിയക്ക് നൽകിയിട്ടില്ല. എന്നാൽ സാൻചോ തിരികെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പരിശീലകനായിക്കൊണ്ട് എറിക് ടെൻ ഹാഗ് തുടർന്നാലും ഇല്ലെങ്കിലും സ്ഥിരമായി യുണൈറ്റഡ് വിടാൻ തന്നെയാണ് ജേഡൻ സാന്റോയുടെ തീരുമാനം. ബൊറൂസിയക്ക് അദ്ദേഹത്തെ നിലനിർത്താൻ താല്പര്യമുണ്ട്. പക്ഷെ യുണൈറ്റഡിൽ സാന്റോക്ക് ലഭിക്കുന്ന സാലറി നൽകാൻ ഡോർട്ട്മുണ്ടിന് കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, യുണൈറ്റഡ് വലിയ ഒരു ട്രാൻസ്ഫർ തുകയും ആവശ്യപ്പെടും. വലിയ തുക നൽകലും ബൊറൂസിയയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് ESPN റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ക്ലബിലേക്ക് പോകാനുള്ള ശ്രമങ്ങളും സാന്റോ നടത്തിയേക്കും. അതൊന്നും ഫലം കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തന്നെ തിരികെ എത്തിയേക്കും എന്നുള്ളതാണ്. ടെൻ ഹാഗിനോട് മാപ്പ് പറയാത്തത് കൊണ്ടായിരുന്നു അദ്ദേഹത്തെ ടീമിൽ നിന്നും പുറത്താക്കിയിരുന്നത്. എന്നാൽ ഈ സീസണിന് ശേഷം എറിക് ടെൻ ഹാഗിന്റെ പരിശീലക സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.